ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ, ദൈവത്തെക്കുറിച്ച്, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയത്തക്കവണ്ണം ദൈവം ഒരവസരം നൽകാനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കുറത്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. മർത്തോമ പാരമ്പര്യത്തിന് മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട് 7 മക്കളിൽ രണ്ടാമനായി ജനിച്ച എൻ്റെ ജീവിതത്തിൽ 1976 യേശുവിനെ അറിയുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും, അവൻ്റെ വചനം പൈസ അംഗീകരിപ്പാനും, ദൈവകൽപ്പന അനുസരിപ്പാനും, പരിശുദ്ധാത്മാവിൽ നിറയുവാനെല്ലാം ദൈവ അവസരങ്ങൾ നൽകി. എന്നാൽ ആ സാഹചര്യ സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസമാകുന്ന ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു പാരമ്പര്യം വിട്ട് ഒരു സത്യക്രിസ്ത്യാനിത്വത്തെ ജീവിച്ചു പോന്ന, ഒരു പള്ളിഭക്തനെ പോലെ ജീവിച്ചു പോകുന്ന മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവനാണ് ജീവിതത്തിന്മേൽ രക്ഷ നൽകുന്ന ദൈവമെന്നും മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷാവായി സ്വീകരിക്കാൻ ദൈവം അവസരമൊരുക്കും. ആ സാഹചര്യത്തിൽ എനിക്ക് 2 സഹോദരിമാരും 4 സഹോദരന്മാരുണ്ട്. അവരാരും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. ഒരു കൂലി പണിക്കാരനായ എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ആ നാളുകളിൽ യേശുവായിട്ടൊരു ബന്ധം പുലർത്തുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കി. യൗവനപ്രായത്തിൽ 23-ാമത്തെ വയസ്സിൽ എൻ്റെ യേശുവുമായി ബന്ധപ്പെട്ട് യേശുവിനോടുകൂടെ ജീവിപ്പാൻ, 24-ാമത്തെ വയസ്സിൽ വിവാഹിതനാകുവാനൊക്കെ ദൈവം എനിക്ക് അവസരം ഒരുക്കി. എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു വിശ്വാസി സഹോദരി വിവാഹം കഴിപ്പാനും കുടുംബത്തിൽ 3 പെൺമക്കളെ ദൈവം നൽകുവാനും ഇടയായി. ആ പെങ്ങും അന്നത്തെ സാഹചര്യ സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രൈവറ്റ് ബസ്സിൽ ജോലിയായിട്ട് ഞാൻ നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ മുൻപോട്ട് പോകാൻ കഴിയാതായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ നടന്ന സമയങ്ങളുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച സമയങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ ആശ്വസിപ്പാനോ ആശ്വാസം പറയുവാനോ ആരുമില്ലാതിരിക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാനിടയാകും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആരും സഹായിപ്പാനില്ലാത്ത സമയത്ത് സഹായസ്ഥമായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് അത് മനസ്സിൽ, അത് പൈസലോ അത് തോന്നുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവ അവസരങ്ങൾ നൽകി. എന്നാൽ ആ പടി മുൻപോട്ട് കടന്നു പോകുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്രായത്തിൽ വളർന്നു വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ, ഭക്ഷണത്തിനൊക്കെ വസ്ത്രത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കടന്ന സാഹചര്യങ്ങളിലൊക്കെ തലമുറയെ കൊണ്ടൊക്കെ പ്രൈമറി സ്കൂളിൽ നിന്ന് പോലും കഞ്ഞി പിടിച്ചു കുടിച്ചൊരു സന്ദർഭങ്ങളുണ്ട്. എന്നാൽ സാഹചര്യത്തിലൊക്കെ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ തന്നെയും പ്രതികൂലം കടന്നു വരുമ്പോൾ പ്രതികൂലത്തിൻ്റെ മേൽ പലപ്പോഴും ക്ഷീണിച്ചു പോയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും പുറമോട്ട് പോയതായ അനുഭവങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ, ക്ലീനറായി ജോലി ചെയ്യുമ്പോൾ, യേശുവിനെ കുറിച്ച് കൂടുതലായി യേശുവുമായിട്ട് അടുക്കുവാനുള്ളൊരു സന്ദർഭങ്ങളൊക്കെ ദൈവം എനിക്കിടയാക്കും. ആ ജോലിയുടെ മുഖത്ത് ദൈവം തമ്പുരാൻ പൈസലോട് ആ ജോലിയും ആത്മീയ ശുശ്രൂഷ മേഖലകളുടെ ഒരു വഴികളെ ദൈവം തുറന്നു തരുവാനിടയായി. അങ്ങനെ ജോലിയോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. അങ്ങനെ പൈസലോ പൂർണ്ണ സമയങ്ങളും കർത്താവിന് വേണ്ടി അവൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ അനേക സ്ഥലങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യ പട്ടണത്തിലും ഒക്കെ കടന്നു പോകാൻ ദൈവം അവസരമൊരുക്കി. ഒരു തലയായിപ്പാൻ ഒരു ഭവനമില്ലാത്ത സാഹചര്യങ്ങളുടെ സന്ദർഭങ്ങളിൽ, എല്ലാവരും മറന്നുപോയ മണ്ഡലങ്ങളിൽ, ഉറ്റവരുടെയവരും മാറിപ്പോയാലും മാറാത്തൊരു ദൈവമുണ്ട് എന്ന വചനത്തെ കാണുന്നത് പോലെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുതായിട്ടില്ലെന്നും കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ലെന്നും യെശയ്യാ 59:1 പറയുന്നുണ്ട്. പലപ്പോഴും ദൈവികദാസന്മാരിൽ കൂടെ ദൈവശബ്ദം കേട്ട്, ദൈവാലോചന കേട്ട് പലപ്പോഴും ഉറച്ചു നിന്നതായ സന്ദർഭങ്ങളുണ്ടെന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തെ ഒന്നുകൂടെ അടുത്തറിയുവാൻ, ദൈവത്തിൽ നിന്നുള്ള സ്നേഹങ്ങൾ മനസ്സിലാക്കാനൊക്കെ ദൈവ അവസരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാൽ കട്ടതയുടെ നടുവിൽ പ്രതികൂലം പലപ്പോഴും ആഞ്ഞടിച്ചപ്പോഴൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ആശ്വാസം പകർന്നിരുന്ന ദൈവമുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്നും അവരുടെ മകൻ ലജ്ജിച്ചു പോയില്ലെന്നും തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. 91 സങ്കീർത്തനം പറയുന്ന, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും എന്നുള്ള വചനങ്ങളൊക്കെ വായിച്ച് ഗ്രഹിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഏതെല്ലാം സാഹചര്യ സന്ദർഭങ്ങളുടെ നടുവിലും പ്രതിബന്ധങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലൊക്കെ പുറമോട്ട് പോയ മണ്ഡലങ്ങളിൽ, ഒരു ചെറിയ പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിപ്പോയ സന്ദർഭങ്ങളിൽ ദൈവം വ്യക്തമായി സന്ദർശിക്കുവാനും ദൈവത്തിന്റെ കരം ഭാരമായി പോയതായ ചില മണ്ഡലങ്ങൾ ഉണ്ടെന്നാൽ അവിടെയൊക്കെ താണിരുന്നു കൊണ്ട് കരയുവാനും ആ ചെയ്ത ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനും ദൈവത്തോടുകൂടെ വീണ്ടും മുന്നോട്ട് വയസ്സുള്ള അടുത്ത് ചെല്ലുവാനൊക്കെ ദൈവം ഇടയാക്കി. സാഹചര്യങ്ങളൊക്കെ മുൻപോട്ട് പോയി. കുഞ്ഞുങ്ങളുടെ അല്പ വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവം അവരെ നടത്തി. 3 പെൺമക്കളാണ്. 3 പെൺമക്കളും വയസ്സുള്ള വിദ്യാഭ്യാസം ജയിച്ച് അവരെ 3 പേരും കുടുംബസ്ഥരായിരിക്കുന്നു. മൂത്ത മോളും കുടുംബവും കർത്താവിന്റെ വേലയുടെ മുഖത്ത് അസംബ്ലീസ് അക്കോർഡിന്റെ ഒരു ശുശ്രൂഷകരായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ട്. ഒരു മകൾ +2 പഠിക്കുന്നു, ഒരു മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മോളും കുടുംബസ്ഥയാണ്. 5 വയസ്സുള്ള ഒരു മകളുണ്ട്. വയസ്സുള്ള ചെറിയ ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ ജോലിയില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. 3ാമത്തെ മകളും ഡൽഹി നേഴ്സൊക്കെ പഠിച്ച് അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വിവാഹിതയാകുവാനിടയായി. നിശ്ചയമായി റാന്നിയുടെ പട്ടണത്തിൽ ആ മകളെ അയക്കുവാനും കുടുംബമായി ദൈവസ്ഥലായിരിക്കാനും ദൈവം തന്റെ തലമുറ കൊടുക്കുവാനൊക്കെ ഇടയായി. അവരെ സന്തോഷത്തോടായിരിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഇത് കേവലം ഒരു 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറന്ന വഴികൾ ചെറുതല്ല. എല്ലാവരും നിന്ദിച്ച്, എല്ലാവരും പരിഹസിച്ച്, ഇവൻ ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും കൈവിട്ട സ്ഥാനത്ത് കൈവിടാത്തവനായ ഒരു ഖോവ കൂടെ ഉണ്ടെന്ന് അനുഭവത്തിൽ ഉയർച്ചറിയുവാൻ ദൈവമിടയാക്കി. ഇന്ന് പൽക്കാലം ഈ സന്ദേശം പറയുമ്പോൾ, ഈ സാക്ഷ്യം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പൈസലോ ദൈവജനം മനസ്സിലാക്കേണ്ടത്, വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ജീവിതത്തിൽ ആരെല്ലാം ഉപേക്ഷിച്ചാലും, ഒരു പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറന്നാൽ കൂടെ ഞാൻ നിങ്ങളെ മറക്കയില്ലെന്ന് പറഞ്ഞ തിരുവചനം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഏത് കഷ്ടതയുടെ നടുവിലും ഏത് പ്രയാസങ്ങളുടെ നടുവിലും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദുരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങൾ ഏതു വിധത്തിലുള്ളവരായിരിക്കട്ടെ, ഏതു സമുദായത്തിൽപ്പെട്ടവരായിരിക്കട്ടെ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഈ ലോക മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുവാൻ. മനുഷ്യനുള്ള ആശ്രയം വ്യക്തമായി തീരുമ്പോൾ ദൈവത്തിൽ ആശ്രയമോ അത് നിത്യ സന്തോഷത്തിന് വഴിയായി തീരുവാനിടയാകും. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത, ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത, മലയാളം ശരിക്കറിയാൻ വയ്യാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി. 2007 പൈസലോ അതേ വെലങ്ങറയുള്ള പൈസലോ കൊട്ടാരക്കര വെലങ്ങറയുള്ള പൈസലോ വിൽസം ബേബി എന്ന് പറഞ്ഞ ദൈവദാസനും കുടുംബവും അവരെ ലിവർപൂളിന്റെ UK ലിവർപൂളിന്റെ പട്ടണത്തിലായിരിക്കുമ്പോൾ ആ ദൈവദാസൻ എന്നെ ഇവിടെ ഈ ലണ്ടനിലേക്ക് കൊണ്ടുവരുവാനിടയായി. അദ്ദേഹം ദൈവസ്നേഹത്തിൽ കാണിച്ച പൈസലോ ആ ദൈവിക കൂട്ടായ്മ അല്ലെങ്കിൽ ആ ദൈവിക സ്നേഹം അതൊരിക്കലും മറക്കാൻ വയ്യാത്തതായിരുന്നു. അങ്ങനെ ഇവിടെ കടന്നു വന്ന 5.5 മാസക്കാലം ഈ പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. അങ്ങനെ മുൻപോട്ട് പോയി, ഇവിടുന്ന് കടന്നുപോയി നാട്ടിലായിരിക്കുമ്പോൾ ബാംഗ്ലൂർ, അങ്ങനെ ബോംബെ, അനേക സ്ഥലങ്ങളിൽ, ഡൽഹിയിലൊക്കെ കർത്താവിന് അനേക സന്ദർഭങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഷുഗറിന്റെ ഭാരത്താൽ ഞാൻ അല്പം ഭാരപ്പെടുവാനിടയായി. പൈസലോ ഇനി എഴുന്നേൽക്കയില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഇനി ഇവരെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ആ സാഹചര്യ സന്ദർഭങ്ങളുടെ നടുവിൽ ദൈവം ബലം തന്നു നൽകുവാൻ ഈ 2000 പൈസലോ ഹല്ലേലൂയ ഈ 15 പൈസലോ ജനുവരി മാസം 20-ാം തീയതി വീണ്ടും അതേ ദൈവദാസനും കുടുംബവും ചേർന്ന് ഈ UK പട്ടണത്തിൽ കൊണ്ടുവരാൻ ദൈവമിടയാക്കി. ഈ 4 മാസങ്ങളായി ഇവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ ദൈവം തരുന്ന ആലോചനക്കനുസരിച്ച് ശുശ്രൂഷ മറ്റു ജനത്തിന്റെ മുമ്പിൽ പ്രസ്താവിപ്പാൻ, അവരോട് അറിയിക്കുവാൻ ദൈവം സകലത്തിനും മതിയായ ദൈവമെന്ന് പൈസലോ അത് അനുഭവിച്ചറിയുവാൻ ദൈവമിടയാക്കി. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന എന്റെ ഈ അനുഭവ സാക്ഷി അനുഭവിക്കുന്ന ദൈവമക്കളെ, നിനക്കെന്ത് പ്രതികൂലം വന്നാലും, ഏത് കഷ്ടതയുടെ നടുവിൽ നീ പോയാലും, ഒരുപക്ഷെ കടംഭാരത്താലായിരിക്കട്ടെ,
തലമുറയെക്കുറിച്ചുള്ള വിഷയമാകട്ടെ, നിന്റെ സാമ്പത്തികമായ ഔദ്യോഗിക തലങ്ങളെ കുറിച്ചാകട്ടെ, നീ ഭാരപ്പെടരുത്. യഹോവ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറ്. പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അത് രുചിച്ചറിയണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. സത്യദൈവത്തിൽ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആരംഭ വിശ്വാസത്തിലേക്ക് ആരംഭമായി കടന്നു വരുന്നതായ സന്ദർഭങ്ങളുടെ നടുവിലൊക്കെ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവദാസന്മാരുമായിട്ടൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവരുടെ വാക്കുകൾ കേൾക്കുവാൻ, ദൈവാലോചനയൊക്കെ സഹിപ്പാനൊക്കെ ദൈവം ഇടയാക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ പല ദൈവദാസന്മാരും അവരുടെ ഉപദേശങ്ങളും പ്രസംഗത്തിൻ്റെതായിട്ടുള്ള പൊരുളുകളൊക്കെ ജീവിതത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെയധികം കഷ്ടതയുടെ നാളുകളായിരുന്നു. ആ നാളുകളിലൊക്കെ ഒരു വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു. ആ പ്രതികൂലങ്ങളിലൊക്കെ ദൈവവചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത്. വചനം മനസ്സിലാക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. യേശുവിൻ്റെ വാക്ക് കേട്ടിറങ്ങിയ തൻ്റെ ജനത്തെ ദൈവം ആദരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ വചനം പറയുന്നു, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് നിങ്ങൾ എൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക. അപ്പോൾ അങ്ങനെ താണിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വചനം പറയുന്നു, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തോടുകൂടെ നാം ചേർന്നിരിക്കുന്നതും ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മെ നടത്തുന്നത് പിന്നെ ദൈവാത്മാവ്. ആ ദൈവാത്മാവിൻ്റെ നിയോഗത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്നതൊക്കെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും, നടത്തുവാനിടയാകും. ആ ദൈവമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഈ ചിന്ത ഒക്കെ തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെയൊക്കെ ഒരു ദൈവവൈതലിനെ താങ്ങി നിർത്തുന്നത് യഹോവയുടെ വചനത്തിൻ്റെ ശക്തിയിൽ. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകുവാനിടയാം. അപ്പോൾ അങ്ങനെ തിരുവചനത്തെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആരംഭകാലങ്ങളിൽ, ആദിമഘട്ടങ്ങളിലൊക്കെ വിശ്വാസത്യാഗം സഹിച്ച അനേക വൈദ്യന്മാരുണ്ട്, അനേകം മാതാപിതാക്കളുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ട്. അവർ യേശുവിനെ അറിഞ്ഞ നിമിത്തം കുടുംബത്തിൽ നിന്ന് പ്രതികൂലം വന്നവരുണ്ട്, വീട് വിട്ടിറങ്ങിയവരുണ്ട്. അവരുടെയൊക്കെ സാഹചര്യ സന്ദർഭങ്ങളൊക്കെ ഓർത്താൽ ഇന്നൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. കാര്യം പണ്ടത്തെ കാലങ്ങളെക്കാൾ ഉപരിയായി ദൈവം തന്നെ ജനത്തെ ഐശ്വര്യമായി നടത്തുന്നു. കാര്യം വിടുവിക്കപ്പെട്ട ജനം വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ ദൈവസനയിൽ ദൈവമായിട്ടുള്ള ഒരു വലിയ അടുപ്പം അവർക്ക് ആവശ്യം. ഈ അടുപ്പം, ദൈവമായിട്ടുള്ള അടുപ്പം വരുമ്പോൾ പിശാചിന് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ആ സാഹചര്യ സന്ദർഭങ്ങളിലൊക്കെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നതെങ്കിൽ ആ വചനത്തോട് നമുക്ക് ഒത്തിരി കടപ്പാടുകളുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വൻ വിഷയങ്ങളായിരുന്നാലും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നാം ദൈവത്തെ അറിയണമെങ്കിൽ, കർത്താവുമായിട്ടൊരു ബന്ധം പുലർത്തണമെങ്കിൽ യേശുവിനെ അംഗീകരിക്കുകയും രക്ഷിതാവായി സ്വീകരിക്കുകയും ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുക ആദ്യം രക്ഷയാണ്. മാനസാന്തരം മടങ്ങി വരുക രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവകൽപ്പന, കർത്താവിനോട് ചേരുന്ന സ്നാനം എന്ന് പറയുന്നത് അത് ദൈവകൽപ്പനയാണ്. അത് പറയുന്നു പൈസലോ, അത് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാനാണ് സ്നാനപ്പെട്ടത്. സ്നാനം എന്ന് പറയുന്നത് ഒരു സഭയോട് ചേരാനല്ല.
സ്നാനം എന്ന് പറയുന്ന ഒരു സംഘടനയിലല്ല. ഇത് മതം മാറ്റുന്ന മാർഗമല്ല, ഇത് മനസ്സ് മാറ്റുന്നതാണ്. പാരമ്പര്യം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ആനിവരുത്തുക എന്നല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കണ്ടാലും സകലമല്ല സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. അവൻ യേശു രക്ഷിതാവിനെ അംഗീകരിക്കുന്ന ഒരു ദൈവവൈതന്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ദൈവമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവായി, നിങ്ങൾ എനിക്ക് പുത്രനായിരിക്കും. ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളോട് ഈ പകൽക്കാലം വീണ്ടും ദൈവനാമത്തിൽ പറയട്ടെ, ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഇവിടം കൊണ്ട് എന്തെല്ലാം കരുതിയാലും സമ്പാദിച്ചാലും എത്രയൊക്കെ വാരിക്കുട്ടിയാലും ഉന്നതമായ ശ്രേഷ്ഠതയുള്ള ഒരുപക്ഷെ മക്കളും ഉദ്യോഗ സമ്പന്നരായിരിക്കുന്നവർ ധാരാളമുണ്ടെങ്കിലും ഏതു മനുഷ്യനും ഉറയ്ക്കുന്ന ഒരു ശ്വാസമത്ര വചനം പറയുന്ന അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനത്തിനകത്ത് വിശ്വസിക്കുവാൻ, ദൈവ പ്രമാണത്തിൽ അനുസരിക്കുവാൻ, യേശു ആരെന്ന് മനസ്സിലാക്കുവാൻ. ഈ ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, അനേക പൈസ മതകർത്താക്കന്മാരുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല, ഞാൻ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും. നമ്മുടെ പാപത്തിന്, നമ്മുടെ ജീവിതത്തിൽ വന്ന പാപത്തിന് കർത്താവ് ക്രൂശിന്മേൽ തൂക്കുവാനിടയായി. 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് അവന്റെ പുറമുണ്ടല്ല പൈസോലി ഉടവിയാൽ പോലെ അവരടിച്ചു കീറുവാനിടയായി. പൈസലോൾ ആ നമുക്ക് വേണ്ടി ആ ക്രൂശിന്മേൽ ആ ത്യാഗം സഹിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മളൊന്ന് ധ്യാനിക്കുവാൻ, അവനെ ഹൃദയത്തിലൊന്ന് ഉൾക്കൊള്ളുവാൻ, അംഗീകരിപ്പാൻ എത്ര പേർക്ക് തയ്യാറാകും? അനേകര് ദൈവകൃപ വിട്ട് പൊന്മാറിപ്പോയവരുണ്ട്. അനേകർ ഇറങ്ങിത്തിരിച്ച നാളുകളിൽ ദൈവനെ നടത്തിയെങ്കിൽ പിന്നത്തേതിൽ അവർ പെട്ടുപോയതായി കാണുന്നുണ്ട്. എന്നാൽ ഏതു മനുഷ്യന് ഉറയ്ക്കുന്ന വിശ്വാസമത്ര ജീവിതയാത്രയിൽ, ജീവിതമാകുന്ന ഈ പാന്താവിൽ ഓളങ്ങളും തിരമാലകളും അടിച്ച് പടകിനെ ഉലയ്ക്കുന്ന സന്ദർഭങ്ങളിൽ 1, 2, 3 യാമം കഴിഞ്ഞാലും 4 യാമത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ രോഗിക്ക് വൈദ്യനാണ്, പാവിക്ക് രക്ഷകനാണ്. ആരുമില്ലാത്തവർക്ക് ആശ ഒരു പിതാവായും ഒരു മാതാവായും യേശു കൂടെയുണ്ട്. അവനെ അംഗീകരിച്ചാൽ, അവനെ സ്നേഹിച്ചാൽ, ഒരുപക്ഷെ നമുക്ക് കഴിയാത്തത്, വചനം പറയുന്നു, നിങ്ങൾക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ നോക്കാമെന്നല്ല, ഞാൻ തീർത്തു തരാം. നമുക്ക് കഴിയാത്ത നമ്മുടെ ഏത് പ്രശ്നങ്ങളും ആകട്ടെ, നമുക്ക് നിൽക്കാൻ വയ്യാത്ത ഏത് പ്രശ്നങ്ങളും വരട്ടെ, അതിന് നടുവിൽ ആശയത്തി കിടക്കുന്ന ആ ചുലങ്കാരി പറയുന്ന മരിച്ചു കിടക്കുന്ന വാഴ്ചത്വം ചൂലങ്കാരിക്ക് വേണ്ടി ജീവനോടെ മടക്കി കൊടുത്തതുപോലെ നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന മരണത്തോടുള്ളതായ ചില വാഴ്ചത്വങ്ങൾ സംഭവിക്കാൻ കഴിയാതെ, അതിനി പ്രതീക്ഷയില്ല, അതിനി നടക്കത്തില്ല, അതിനി ഒരു മറുപടിയില്ല, എന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, ഞാനിനി അതിന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഒഴിച്ചിട്ടിരിക്കുന്ന വാഴ്ചത്വങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനം പറയുന്നു, 86-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദാവീദ് ദൈവത്തോട് പറയുക, ദാവീദ് രാജാവ് പറയുന്നു, എന്നെ പകയ്ക്കുന്നവരുണ്ട്, കർത്താവേ എന്നെ പകയ്ക്കുന്നവരുണ്ട്, അവരൊന്ന് കാണത്തക്ക വേണം. പൈസലോ നന്മയ്ക്കായ ഒരടയാളം എനിക്ക് ചെയ്യണം. എന്നെ കേൾക്കുന്ന പൈസലോ ആലുറിയ കേൾവിക്കാരായി പൈസലായിരിക്കുന്ന ദൈവജനമേ, ജീവിതങ്ങളെ ഇന്ന് വൽക്കാലം ഈ ആലോചന ശ്രദ്ധിക്കണം. പകയ്ക്കുന്നവരെ കണ്ടേക്കാം, നിന്നെ ദൂഷിക്കുന്നവരെ കണ്ടേക്കാം, നിന്നെ വെറുത്തവരെ കണ്ടേക്കാം. ആരുമില്ലാതെ ആശയറ്റ് കിടക്കുന്ന നിന്റെ ജീവിതത്തെ ഇന്ന് വൽക്കാലം ഒന്ന് തട്ടി ഉണർത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു രൂപാന്തരം തരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സഹോദര, നീ മറ്റൊന്നും അതിന് ചെലവിടണ്ട. നിന്റെ ഹൃദയത്തെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, അനേകരും പട്ടണത്തിൽ പട്ടുപോകുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും വെറുക്കൂത്തിനും ഈ ലോകപ്രകാരമായ ദുർനടപ്പുകളൊക്കെയും അനേകരെ സമയം ചെലവഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവൈതന്റെ ദൈവസന്നിധിയാണ് അവന് പൈസലോ ആധാരം. അവൻ ദൈവസന്നി മുട്ടുമടക്കുമ്പോൾ, ദൈവസന്നി മുടങ്ങാനും അടക്കുമ്പോൾ
അവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഇറങ്ങി വരുവാനിടയാകും. എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അർഹതയില്ലാത്തിടത്തൊക്കെ ദൈവം നടത്തിയ വഴികൾ. അനേക ശ്രേഷ്ഠന്മാരോടുകൂടെ, ഞാൻ ഉന്നതന്മാരോടുകൂടെ നിന്നെ പന്തിഭോജനത്തിന് ഇരുത്തോന്ന് പറയുന്ന ദൈവം ആ വചനം നിറവേറുവാനിടയായി. ഈ ദൈവം എത്ര നല്ലവനാ! ഏത് കാലത്തും നടത്തുന്ന ദൈവം, ഏത് സമയത്തും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരും. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് ഒരുക്കിയെടുക്കാനാ, കർത്താവ് രണ്ടാമത് കൊണ്ടുപോകാനാ കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയമാ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവായിട്ടുള്ള ബന്ധം, യേശുവായിട്ടുള്ള ഒരു അടുപ്പം, ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ. അതുകൊണ്ട് വചനം പറയുന്നു, ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ ഞാൻ നീ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തോട് അടുത്തു വരുന്ന നിനക്ക് വേറെ ചെലവില്ല. ഹൃദയം ദൈവസന്നിധി പകരപ്പെടുക, പാപങ്ങളെ ഏറ്റുപറയുക, മനസാക്ഷിയോടെ ചോദിക്കുക, കഴിഞ്ഞ നാളുകളിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു ലോക മനുഷ്യനെ പോലെ നടന്ന സാഹചര്യങ്ങളിൽ അന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയുടെ മുഖത്ത് കാണത്തില്ല. കഷ്ടത വന്നാലും, വേദന വന്നാലും, ഭാരം വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിന്റെ നടുവിൽ ഒരു ദൈവവൈദ്യന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പൈസലോ കണ്ണുനീരിന്റെ തുരുത്തിയിലുണ്ട്. മറന്നു കളയാത്തവൻ പൈസലോ, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്ന് വചനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനമേ, ഒരുപക്ഷെ ഏത് വ്യക്തിവിധങ്ങളായിരുന്നാലും, നീ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ദൈവത്തിന്റെ പ്രശ്നമല്ല. ഇതാ പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസിനെ വിളിപ്പിച്ച് അവൻ പൈസ യോപ്പയിലേക്ക് ആളയച്ച് വിളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് പത്രോസ് വാതുറന്ന് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് ജാതി വ്യത്യാസമില്ല, ദൈവത്തിന് പൈസ രൂപഭംഗിയ ഒരു വിഷയമല്ല. പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: പൈസലോ ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ദൈവത്തിന്റെ വചനത്തെ ആരംഗീകരിച്ചാലും ദൈവം ആരെ അംഗീകരിക്കുന്നത് താൻ പ്രസ്താവിക്കുവാനിടയായി. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പക്ഷേ മദ്യപാനിയോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ തകർന്നവരോ ഭാര്യപത്ര ബന്ധത്തിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ഭാര്യയുടെ ഭാഗത്ത് കുറവുകൾ കൊണ്ടോ ഭർത്താവിന്റെ ഭാഗത്തുള്ള കുറവ് കൊണ്ടോ അത് കുഞ്ഞുങ്ങളുടെ നിമിത്തമോ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ ഈ നാസറനായ യേശു വിളിച്ചു പറയാം, ഒപ്പിരിച്ചവിടെ വേഗം അറ്റുപോകുന്നതല്ല, അത് അറ്റുപോകുന്നതല്ല. ക്രിസ്തുവാകുന്ന ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി യേശുവുള്ള ഭവനമായി യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഏത് വിഷയത്തിൽ അകന്നിരുന്നാൽ തകർന്ന ചരിപ്പണമായി ഇനി എന്റെ കുടുംബജീവിതം ജോയിക്കയില്ല, സംജോയിപ്പിക്കത്തില്ല എന്നൊക്കെ നീ പറഞ്ഞാൽ ആശ്വാസം നൽകുന്ന ഒരു ക്രിസ്തുവുണ്ട്. അതേത് പ്രശ്നമാകട്ടെ, നിനക്കൊരു ഭൗതിക ജോലിയില്ലയോ, നീ വിദ്യാഭ്യാസമുള്ള ഒരുപക്ഷെ ഒരു വയസ്സുള്ള ആളായിരിക്കാം, ഒരു വിദ്യാഭ്യാസത്തിന് മുതിർന്ന ഒരാളായിരിക്കാം, നിനക്കൊരു ഭാവി അല്ലെന്നുള്ള ഒരു ജോലിയില്ല. സഹോദര, നിന്റെ വിഷയം ദൈവം മുമ്പാകെ നീ വെച്ചുകൊണ്ട് ദൈവത്തെങ്കിലും പരമേൽപ്പിക്കാൻ നിന്റെ ഭാരം യഹോവയെങ്കിലും ഇട്ടുകൊള്ളുക. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് ഒരു ദൈവം നിന്നെ കൊണ്ടുവന്നാൽ അവന് വ്യത്യാസമുണ്ട്, അവന് രൂപഭംഗിയുണ്ട്, അവനൊരു പ്രത്യാശ അവന്റെ മുഖത്തുണ്ട്. കാര്യം യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തും മാറ്റം വന്നു. എനിക്ക് പറയാൻ കഴിയും, എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവർക്ക് പറയാൻ കഴിയും, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ദൈവം അനുഗ്രഹിച്ചു. ഭൗതികമായ വിഷയമല്ല പറയുന്നത്, അത് പിന്നീടുള്ളതാ. മുമ്പ് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിപ്പാൻ എന്തു വേണം? 84 സങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരമാ, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അവരത് പാടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, പിതാക്കന്മാരെ ഭൂമി വാവിളർന്ന് വിഴുങ്ങുമ്പോൾ യാഗപീഠത്തിന്റെ മുമ്പിൽ പിടിച്ച് രക്ഷപ്പെടുന്ന കോരവത്തന്മാർ പാടുക, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. ഇന്ന് പകൽക്കാൽ ഈ ശബ്ദം കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന ജീവിതമേ, ഏത് ഭാരമാകട്ടെ, നീ ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാകട്ടെ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. നീ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് അടുത്തുക. സ്നേഹിത, നിന്നെ ദൈവം നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിൽക്കുക. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ ദൈവം സൗജന്യമായി കൊടുക്കുന്നതാ.
ഈ രക്ഷയാകുന്ന ഈ ദാനം കൊടുക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ജീവഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ഒരു ക്രിസ്തീവൻ നയിപ്പാ സ്നേഹിത, ഈ പകൽക്കാലം ഈ എളിയവനെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. അനുഭവിച്ച ദൈവത്തോട് അടുത്തിരുന്ന കഷ്ടഘട്ടങ്ങളും പ്രയാസങ്ങളും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ അനേക ഭക്തന്മാരുടെ അനുഭവങ്ങൾ എനിക്കറിയാൻ കേട്ടിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പോയത്, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇന്നും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒരു കിടപ്പാടമില്ലാത്ത അനേക ഭക്തന്മാരുണ്ട്. അവരുടെ തലമുറയ്ക്ക് വേണ്ടി അവരൊന്നും കരുതിയിട്ടില്ല. എന്നാൽ നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലവന്റെ ഈ വയസ്സറോ ഈ സാക്ഷ്യം ലഭിക്കുന്ന ദൈവജനമേ, വയസ്സറോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരായിരുന്നാലും ഏത് വ്യക്തി ആയാലും എന്റെ ദൈവത്തിന് വിഷയമല്ല. നാം കർത്താവിൽ വിശ്വസ്തരായി നിന്നാൽ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായി നിന്നാൽ, കർത്താവ് തരുന്ന നന്മയെ സ്തോത്രം ചെയ്ത് അനുഭവിക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ, മറ്റുള്ളവരോട് ആ സ്നേഹ ആദരവ് കാണിക്കുവാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, പൈസലോ കട്ടതയിലിരിക്കുന്ന ജനത്തിന് വേണ്ടി ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ ക്രിസ്തുവിൽ നിർത്തുവാൻ, നിലനിർത്തുവാൻ ഒരു പൈസലോ ഒരു ദൈവകൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഒരുപക്ഷെ അനേക വൈദ്യന്മാർ പ്രാസംഗികരുണ്ട്, അനേക പ്രവാചകന്മാരുണ്ട്, അനേക പ്രവാചകന്മാരുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്തിരിക്കുന്ന യഥാർത്ഥമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവനം ശുശ്രൂഷിക്കുകയും ദൈവാത്മാവിൽ പ്രവചിക്കുകയും ചെയ്യുന്ന അനേക ദൈവഭക്തന്മാരുണ്ട്. എന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നും മനുഷ്യർ സ്വസ്നേഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന് വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പൈസളത്തിൽ വനത്തിൽ കാണുന്നല്ലോ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല ദുഷ്പ്രവർത്തിക്കാരും അങ്കാരികളെ താളടിയാവും, വേരും കൊമ്പ് ശേഷിക്കാതെ സൈന്യങ്ങളുടെ ഓമ അവരെ ദഹിപ്പിച്ച് കളയുന്ന വചനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം മാനസാന്തരപ്പെടേണ്ടതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊന്നും വേണ്ട. യേശുവായിട്ട്, യേശുവെ ഞാൻ എൻ്റെ ഹൃദയം അങ്ങക്ക് വേണ്ടി തരും, യേശുവെ ഞാനൊരു ക്രിസ്ത്യാനിത്വത്തിലുള്ളവനായിരിക്കാം, ക്രിസ്ത്യാനെന്ന പേരെനിക്കുണ്ട്, അതൊരു പക്ഷേ ഏത് പേരായി ഉള്ളവരായിരുന്നാലും ശരി തന്നെ. ഒരു കാര്യം മറന്നു പോകരുത്, ഈ ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് ജാതി സ്പിരിറ്റില്ല. മാനവരാശിക്ക് വേണ്ടി മരക്കുരിശിൽ മരിച്ചത് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. പിതാവിന്റെ വലത്തുഭാഗത്ത് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ പൈസലോ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വേഗം വരാറായി. ആ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മമണവാളൻ വരും. പരിശുദ്ധാത്മാവിൽ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്ന തന്റെ ജനത്തെ കർത്താവിന്റെ കൽപ്പനകള് വേദപുസ്തക അടിസ്ഥാനത്തിൽ വചനം എന്ന് പറയുന്നു. യേശുവിന്റെ കൽപ്പന അനുസരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്ന, യേശുവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്, യേശുവിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ ദൈവം വരും. ആ സമയത്ത് സ്നേഹിത, ഒരുപക്ഷെ സഹോദര, കുഞ്ഞ്, യൗവനക്കാരത്തി, നീ തള്ളപ്പെട്ടു പോകരുത്. ലോകത്തിന്റെ മോടി പിടിപ്പത്തിലോ ലോകക്കാരുടെ കൂട്ടോ കൃത്രിമമായ സൗന്ദര്യങ്ങൾ ഉണ്ടാക്കി ആഡംബരങ്ങളിൽ കൂടെ നീ കടന്നു പോകുവാനല്ല. നിനക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഭൗതിക ജോലിയിൽ നീ നിഗളിച്ചു പോകുവാനല്ല. ഇതെന്റെ ദൈവം തന്നതാണ്, ഇതെന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാണെന്ന് ഒരുപക്ഷെ ഒരു പൂർണ്ണ വിശ്വാസത്തോട് എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പുറമോട്ട് നോക്കിയാൽ മാതാപിതാക്കളുടെ ജീവിതത്തെ കുറിച്ച് നോക്കിക്കേ. അവരെന്നെ കഷ്ടപ്പെട്ട് വളർത്തി പൈസലോ നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന വചനം കാണുന്നെങ്കിൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് വിശ്വസന അവൻ എന്റെ സങ്കേതവും ബലവും ആ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും പ്രയോജനമാകുവാൻ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി എത്ര വലിയ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവൻ നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ആ ദൈവത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങളെ ആഹ്വാനം ചെയ്യുക ക്രിസ്തുവെങ്കിലേക്ക്, ഈ നല്ലവനായ യേശുവെങ്കിലേക്ക്. അവൻ നിന്റെ സകല വിഷയത്തിനും, നിന്റെ ആത്മഭാരങ്ങൾക്കും, നിന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കും ഏറ്റവും കൊള്ളാകുന്ന ഒരു വ്യക്തിജീവിതമാണ്
നസനായ യേശുവെങ്കിൽ ആ വ്യക്തിത്വത്തെ ഇന്ന് വൽക്കാലം യേശു എന്റെ രക്ഷിതാവും രക്ഷകനുമായി അംഗീകരിക്കുവാൻ സ്നേഹിത താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ഒന്നും ഏൽപ്പിച്ചു കൊടുത്തേ. ഇതാരെ സംസാരിക്കുന്നുള്ളതല്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്നായി പറയാൻ കഴിയും, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ പിതൃഭവനം എന്തുള്ളൂ. എളിവനെ ആദരിക്കുന്ന ഭാഗ്യവാൻ അനത്ത ദിവസം യഹോവ വിടിവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യങ്ങളും ഒക്കെ പൈസ അനുഭവിപ്പാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് നന്ദി പറയും. നമുക്കൊരു കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നീ എന്നെ സ്നേഹിച്ചാണ് കർത്താവ്. അങ്ങേ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ഇവരെയും കർത്താവിൽ നിലനിൽക്കുന്നു. നിന്റെ മഹാകരുണയ്ക്കായി, നിന്റെ ദയക്കായി, മനസ്സിലെരിവിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, നേരോടെ നടക്കുന്നവർ നന്മ മുടക്കത്തിൽ എന്ന് പറഞ്ഞവ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളെയും പൈസലോ തെറ്റുകളെ ഒന്നുകൂടെ കർത്താവെ ഒന്ന് ഉടച്ചു മാറുന്നു. അതിനെ ഒന്നുകൂടെ പണിഞ്ഞ് ഘട്ടങ്ങളുടെ നടുവിൽ കർത്താവെ ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തു കൊണ്ടിരുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണേ. കർത്താവിന്റെ കൃപ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഇനത്തിന്റെ ഉള്ളിൽ കർത്താവെ നീ പ്രവർത്തിക്കണം. അത് അനേകർ ചൈതന്യമാകട്ടെ കർത്താവെ. കുടുംബ ബന്ധങ്ങൾ അറ്റിരിക്കുന്ന ജീവിതങ്ങൾക്കൊരാശ്വാസമാകട്ടെ. മാതാപിതാക്കളെ വിട്ടുപോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരാശ്വാസമാകട്ടെ. ഭാര്യഭർത്തൃ ബന്ധത്തിൽ അകന്നിരിക്കുന്നവർക്ക് ഇത് അടുത്തു വരേണ്ടതായ ഒരു സന്ദേശമാകട്ടെ കർത്താവ്. വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളം നടക്കുമല്ലോ. ഈ സന്ദേശം അവർക്ക് ഞങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ കർത്താവ്. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. രൂപാന്തരം നൽകുന്ന അങ്ങയുടെ ആത്മാവിന്റെ വ്യാപാരം വെളിപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഈ ശബ്ദത്തിന്റെ വരെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികൾക്ക് ഒരു മാനസാന്തരം കൊടുക്കണം, ഒരു രൂപാന്തരം നൽകി കർത്താവ് വിടിവിക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുക. ദൈവകൃപനെ ആശ്രയിക്കുന്നു. ദൈവമഹത്വത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിന്നെ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവിന്റെ വരവ് താമസങ്ങൾ നിന്റെ വരവ് വരെ ആയുസ് ആരോഗ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കുടുംബമായി ഞങ്ങൾക്ക് അവസരം ഒരുക്കണമേ. അടിയനെ ആരാധിച്ചു പോകുന്ന സഭയെയും അവിടെയുള്ള ശുശ്രൂഷകനെയും കുടുംബത്തെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾ ദേശത്തോട് മനസ്സറിയണമേ. ഈ UK പട്ടണത്തെ ദൈവം അനുഗ്രഹിക്കണം. ഇവിടെയുള്ള ദൈവദാസനെയും കുടുംബത്തെ, വാത്സല്യഭരനെയും കുടുംബത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാം നന്മയ്ക്കായി കൂടി ആവരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമക്കളെ, ഈ സന്ദേശം, ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കത്തക്കവണ്ണം അവസരമൊരുക്കിയ വാത്സല്യ ബ്രദറിനെയും കുടുംബത്തെ ദൈവസേവയെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു സന്ദേശം കേൾക്കുന്ന പ്രിയ ജനത്തോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരായാൽ, നിങ്ങൾ ഏത് വിഷയം അവഗണിക്കുന്നവരായാലും ഏതുമാകട്ടെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എളിയവന്റെ കുടുംബവും കുഞ്ഞുങ്ങളും സന്നദ്ധരാണ്. അങ്ങനെ ഒരു ഹൃദയത്തിനകത്ത് തോന്നുന്നുവെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാനും എൻ്റെ കുടുംബവും സന്നദ്ധരാണ്. സമയം അല്ലെങ്കിൽ ആ സന്ദർഭം വിനിയോഗിക്കും എന്ന് ക്രിസ്തുവിൽ ആശിക്കുന്നു.